ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 4 മണി പലഹാരമാണ്. വേറെ ഒന്നല്ല, ഒരു അടിപൊളി കേക്കാണ്. നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതിന് ബേക്കിംഗ് പൗഡറോ മൈദയോ മുട്ടയോ ഒന്നും വേണ്ട. അപ്പം ഞാനിത് എന്ത് വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഞാൻ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തത്. 10 രൂപയുടെ 2 ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം മിക്സ് ചെയ്ത ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു തട്ടിലേക്കുള്ളത് മാത്രമാണ് എടുക്കണുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ പഞ്ചസാരയൊന്നും വേറെ ആഡ് ചെയ്ത് കൊടുക്കണില്ല. ഓൾറെഡി നമ്മൾക്ക് ക്രീമായ കാരണം നമുക്കിതിൽ മധുരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ ഞാൻ ക്രീം ഇതാ കണ്ടോ ഉള്ളിലുണ്ട്. നമുക്ക് ഏത് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നന്നായി എന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ കുറച്ച് തിളപ്പിച്ച് ആറിയ പാലെടുത്തിട്ടുണ്ട്. തിളച്ച പാല് പാടില്ല, നല്ലോണം ചൂടാറിയ പാലാണ്. നമുക്കത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്താ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതാ ഞാൻ 2 ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് 10 രൂപയുടെ. അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതൊരു പാത്രത്തിൽ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കിത് ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് അലിയിച്ച് കൊടുക്കാം കേട്ടോ. അത് കണ്ടോ, ചോക്ലേറ്റ് ഒക്കെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുപ്പുമ്പോൾ ഒരു വട്ടച്ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു റിങ് ഇറക്കി വയ്ക്കാം. ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ നമ്മൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറിയോൻ്റെ ആ മിക്സിൽ പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഞാൻ ഈ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുമല്ലോ. നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഒഴിക്കാം. നമുക്കിത് ഫുള്ളായി ഒഴിക്കരുത് കേട്ടോ. ഒരു കുറച്ചാണ് നമുക്ക് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. എന്നാലും ഇത് അത്യാവശ്യം നമുക്ക് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഫില്ലിങ്ങിലായിട്ടാണ് നമ്മൾ ആ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടില്ലേ, അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒക്കെ ഒരേ ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്തു. കാരണം ഒക്കെ ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ബാലൻസ് ഇങ്ങനെ തോന്നുന്നുണ്ട്, അയ്യോ ഒക്കെ ഒരുപോലെ ആയില്ലേ തോന്നിയിട്ട് ഞാൻ അതിലും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതിൽ എയർ ബബിൾസ് എങ്ങാനും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നമ്മൾ 2 ഡയറി മിൽക്കിൻ്റെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു 5 എണ്ണത്തിലേക്ക് എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് 5 എണ്ണത്തിൽ ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലാക്കി ഫില്ല് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫില്ലായി. പിന്നെ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഓറിയോൻ്റെ ആ മിക്സ് ബാലൻസ് ഉള്ളത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. നമ്മൾ ചോക്ലേറ്റ് മൂടുന്ന വിധത്തിൽ ഒന്ന് ആ ഓറിയോൻ്റെ മിക്സൊക്കെ എല്ലാത്തിലും അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു.
അപ്പോൾ ആ ചോക്ലേറ്റൊക്കെ മൂടുന്ന വിധം ഞാനൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇഡ്ഡലി തട്ട് അങ്ങോട്ട് നിറയാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ആവി വരുമ്പോൾ തന്നെ നല്ലോണം പൊന്തി വരും കേട്ടോ. അപ്പോൾ അത് ഫുൾ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഞാനതും ഫുൾ 2 ലെയറൊക്കെ ആയപ്പോൾ ഒന്ന് തട്ടി കൊടുത്തു. ഇനിയിപ്പോൾ എയർ ബബിൾസ് ഒന്നും വരല വെച്ചിട്ട് തട്ടി കൊടുത്തു. അപ്പോൾ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പിൽ ഞാൻ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുത്തു. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ കേക്കൊന്ന് ആയോ വേണ്ടിയിട്ടൊന്ന് തുറന്നു നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു. തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം അടിപൊളിയാണ്. നമുക്ക് പിള്ളേരൊക്കെ പെട്ടെന്ന് തന്നെ കേക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓറിയോ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഫില്ലായിട്ട് വന്നു. നന്നായി പൊന്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പപ്പടക്കുത്തി വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തു. ചൂടല്ലേ, പപ്പടക്കുത്തി വെച്ചിട്ട് സാധനം പുറത്തേക്ക് എടുത്തു. അപ്പോൾ അടിപൊളി. എന്നിട്ട് പപ്പടക്കുത്തി വെച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഞാനെടുത്ത് പുറത്തേക്ക് മാറ്റിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. ഞാനിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ നമ്മൾ സ്പൂൺ എടുത്ത് നമ്മൾ ഇഡ്ഡലി എടുക്കണ പോലെ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുത്ത കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ അടിപൊളി ടേസ്റ്റ്, ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ നമുക്കൊരു 2 പാക്കറ്റ് ഓറിയോ ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളെടുത്ത് ഒരെണ്ണം ഒന്ന് പൊളിച്ച് നോക്കിയിട്ടോ. അപ്പം നമ്മൾ ചോക്ലേറ്റ് നമ്മളധികം വെച്ചിട്ടില്ല, എന്നാലും ഈ 5 എണ്ണത്തിനുള്ളത് ഉള്ളിൽ ഫില്ലായിട്ടുണ്ട്. പിന്നെ അത് ഫുള്ളൊരു ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആ ഡയറി മിൽക്ക് കഴിക്കാൻ എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ പെട്ടെന്ന് പിള്ളേർ ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്കിതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കണില്ലല്ലോ. കോഴിമുട്ടയോ മൈദയോ ഒന്നും ചേർക്കണില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.